ായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് പഴമയും പുതുമയും തമ്മിലുള്ള ഒരു കൈകോർക്കലാണ്. പഴമയിൽ അടിസ്ഥാനപ്പെട്ട് കിടക്കുന്ന തത്വങ്ങളെ ശാസ്ത്രത്തിന്റെ സഹായത്തോടെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഇന്ന് അതിഥികളായി എത്തിയിരിക്കുന്നത് സെക്കൻഡറാബാദ് സ്പേസ് സെന്ററിലെ സീനിയർ ശാസ്ത്രജ്ഞനായ ശ്രീ ശശികുമാറും അദ്ദേഹത്തോടൊപ്പം നമ്മുടെ പഴമയുടെ പ്രതിനിധി എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അദ്ദേഹത്തിന് പഴമയോളം തന്നെ അറിവുണ്ട് പുതുമയെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ. ശ്രീ അനുജൻ ഭട്ടതിരിപ്പാട് ഇദ്ദേഹവുമാണ് നമ്മുടെ അതിഥികളായി എത്തിയിരിക്കുന്നത്. ശ്രീ ശശികുമാർ ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും. മനുഷ്യന്റെ അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളുടെയും പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരുതരം എനർജി ഉപയോഗിച്ചിട്ടുള്ള പ്രവൃത്തികളാണ്. ആ എനർജിയെ ബയോ എനർജി എന്നാ പറയാം. മനുഷ്യൻ ജീവിക്കുന്ന ഭൂമിയില് പലതരം എനർജികളുണ്ട്. അത് ഭൂമിക്ക് അടിയിലുള്ള എനർജി, എൻവിറോൺമെന്റിലുള്ള എനർജി. ഈ എനർജിയെ ജിയോ എനർജി എന്ന് പറയാം. ഈ ജിയോ എനർജി ഈ ബയോ എനർജിയെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള സയൻസ് ആണ് ജിയോ ബയോളജി. അപ്പൊ നമ്മളിവിടെ പറയുന്നത് ഈ ജിയോ ബയോളജിയെ കുറിച്ചാണ്. ഇപ്പൊ പ്രകൃതിയിലുള്ള പല സാധനങ്ങളും, പ്രത്യേകിച്ചും മനുഷ്യന്മാര് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മനുഷ്യനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതായത് ദൈനംദിന ജീവിതത്തിൽ നമ്മളൊക്കെ എന്നും ഉപയോഗിക്കുന്ന സാധനങ്ങൾ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഈ കാണുന്ന ഫിസിക്കൽ ബോഡി മാത്രമല്ല, മനസ്സും, മെന്റൽ സ്റ്റേജ്, നമ്മുടെ മോറൽ സ്റ്റേജ്, കൾച്ചറൽ സ്റ്റേജ്, സ്പിരിച്വൽ സ്റ്റേജ്, ഇതൊക്കെ ഒരു മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം അതിനാവശ്യമായ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ആയിരിക്കും നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, എന്താ ഇതിന് പറയാ? ഇതിന്റെ പേര് ഹാർട്ട്മാൻ കണ്ടുപിടിച്ചിട്ടുള്ള എനർജി ഡൗസിംഗ് റോഡ് എന്നാണ്. ഡൗസിംഗ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം എനർജി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് ശരി, എനർജിയുടെ പ്രസൻസ് നമ്മളെ അറിയിക്കുന്ന യന്ത്രമാണ്. പ്രസൻസ് അല്ല, എനർജിയുടെ പ്രസൻസ് മാത്രമല്ല, എനർജിയുടെ ഡിഫറൻസ് എടുത്ത് കാണിക്കാനുള്ള അതിന്റെ ക്വാളിറ്റി, നെഗറ്റീവ് ആണോ, സാന്ദ്രത, അതിന്റെ സാന്ദ്രത എത്രയുണ്ട് അത് കാണിക്കും. എനർജിയുടെ സാന്നിധ്യം മാത്രമല്ല, സാന്ദ്രതയും കാണിക്കും. അത് ശരി, എനർജിയുടെ വ്യത്യാസവും കാണിക്കും. അപ്പോൾ ഒരു തരത്തിലുള്ള എനർജിയിൽ നിന്ന് ഡെൻസിറ്റി കൂടിയതിൽ നിന്ന് ഡെൻസിറ്റി കുറഞ്ഞതിലേക്ക് ആ മാറ്റം വരുന്ന ഏത് സ്ഥലത്താണ് മാറ്റം വരുന്നത് എന്ന് കാണിക്കുക. സാധാരണ ഡൗസിംഗ് റോഡ് എന്ന് പറയുന്നതിന് കാരണം അത് എനർജി കണ്ടുപിടിക്കുന്നതുകൊണ്ടാണ്. ഇതിനെ വാട്ടർ ഡിവൈസിംഗ് എന്നും പറയും. ഇതിനു വേണ്ടിയിട്ട് ഈ വാട്ടർ ഡിവൈസിംഗിന് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു റോഡായിരുന്നു. പിന്നെ അത് വാട്ടറിന് മാത്രമല്ല, മിനറൽസിന്, ഓയില്, അതിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു. ഇപ്പൊ ഈ റോഡ് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള ബയോ എനർജി, ജിയോ എനർജികളെല്ലാം കണ്ടുപിടിക്കാനാണ്. പക്ഷെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ എനർജി ലെവൽസിനെ കുറിച്ച് പറഞ്ഞല്ലോ. മനുഷ്യന്റെ ചുറ്റും ഒരു എനർജിയുടെ ഒരു ഓറ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് എന്ന് പറയും. അതൊരു ട്രില്യൺ ക്യാമറ വെച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുക, സാധാരണക്കാരന് കണ്ടുകൂടാന്ന് പറയും. ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ ബയോ എനർജി എന്നുള്ളത്. ഈ ബയോ എനർജി എന്നുള്ളത് ഒരു തരം സ്പിന്നിങ് നടത്തുന്ന ഒരു ഇലക്ട്രോൺസിന്റെ ഒരു സെറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അത് നമ്മുടെ ശരീരത്തിന് പുറത്ത് ഒരു പ്രഭാവലയം എന്ന് പറയും, അല്ലെങ്കിൽ ഒരു തേജസ്. ഒരാളെ കാണുന്ന സമയത്ത് നല്ല തേജസ് ഉള്ള ആളാണ്, തേജസ് ഇല്ലാത്ത ആളാണ്. എന്താ ഈ തേജസ് എന്ന് ചോദിച്ചാൽ ഈ ഇലക്ട്രോൺസിന്റെ ഡെൻസിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അത് ശരി. ഇപ്പൊ നമുക്കൊരു ഒരു മഹത് വ്യക്തിയുടെ മുഖത്ത് കാണുന്ന ആ തേജസ്, അല്ലെങ്കിൽ വ്യക്തിയെ നോക്കുമ്പോൾ കാണുന്ന തേജസ് വാസ്തവത്തിൽ നമുക്ക് വർണ്ണിക്കാനാവുന്നില്ല. പക്ഷെ അതിതാണ്. അപ്പൊ ഈശ്വരന്റെ ഒരു തേജസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും പറയുന്നത് ലോകത്തെല്ലായിടത്തും പരന്നു കിടക്കുന്നതാണ് ഈശ്വരന്റെ തേജസ്. അപ്പൊ ഈ ഓറ എന്ന് പറയുന്നത് ഈശ്വരന്റെ ഓറ ഈ ലോകത്തെല്ലായിടത്തുള്ളതാണെന്ന് അർത്ഥം. ഓറ കുറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് തേജസ് കുറവാണ്, ആത്മീയത കുറവാണ് എന്നൊക്കെ പറയാൻ പറ്റും. ബയോ എനർജി കുറവാന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ഗുണം എന്നുള്ളത് വേറൊരു കാര്യം. ഇത് കൂട്ടാനുള്ള മാർഗങ്ങൾ എന്താണ്, കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ഗുണം എന്നുള്ളത് നമ്മൾ അറിയണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെയൊക്കെ ഉള്ള പല എനർജികളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതിൽ ബാഡ് എനർജീസ് എന്ന് പറയാം. നമ്മുടെ ഈ എനർജിയെ എങ്ങനെയെങ്കിലും ചീത്തയാക്കുന്നത്, കുറക്കുന്നത്, ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ വിഷമിപ്പിക്കുന്നത്. ഇതിനെ വിഷമിപ്പിക്കുന്ന സമയത്ത് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കാൻ നടത്തും. ഇത് ഈ ബയോ എനർജിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫിസിക്കൽ ബോഡിയെ, ശരീരത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ആധുനിക ശാസ്ത്രം. ഒരു മെത്തേഡാണ് ക്രില്യൻ ഫോട്ടോഗ്രാഫി. രോഗങ്ങൾക്ക് അടിസ്ഥാനം ഇതാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. രോഗികളുടെ രോഗങ്ങൾ ക്രില്യൻ ഫോട്ടോഗ്രാഫി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ടിന്റെ ഭാഗത്താണ് കുഴപ്പം, അല്ലെങ്കിൽ കിഡ്നിക്കാണ് കുഴപ്പം, മാനസികമായ പ്രശ്നമാണ്, ഇതൊക്കെ വ്യക്തമായിട്ട് കണ്ടുപിടിക്കാനും പറയാനും സാധിക്കും. അത് ശാസ്ത്രീയമായിട്ട് പല തെറാപ്പികൾക്കും പല രോഗികളെ അനലൈസ് ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്.
പിന്നെ നമ്മളൊക്കെ പറയും ഇപ്പൊ ഈ വീട് വാസ്തു വാസ്തു ഇതിലൊരു വലിയ ഭാഗമാണ്. ഈ എനർജിയുടെ ഒരു ഇതൊക്കെ വെച്ചാണ് വാസ്തു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഫീസുകൾ ഇപ്പം കമേഴ്ഷ്യൽ സ്പേസ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ ഇതിനൊരു വലിയ റോൾ ഉണ്ട് അല്ലേ, മാറ്റി ഡിസൈൻ ചെയ്യുന്നു. ഇപ്പൊ പറയുന്നത് കേട്ടിട്ടുണ്ട് ജപ്പാനിലൊക്കെ വരെ വലിയ 2 ടവേഴ്സ് അതിന്റെ എൻട്രൻസ് മാറ്റി വെച്ചു. അതായത് കയറുന്ന ഭാഗം വാതിൽ മാറ്റി വെക്കേണ്ടി വന്നു. പക്ഷെ അത് കഴിഞ്ഞ് ബിസിനസ്സിന് വളരെയധികം ഗുണം ഉണ്ടായിരുന്നു. ഇതിലൊക്കെ എന്താ അതിന്റെ അടിസ്ഥാനം എന്താ? ഈ ബിസിനസ്സിന് ഗുണമുണ്ടായി വാസ്തു മാറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് രൂപ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കുറച്ച് ബിസിനസ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് അല്ല. ഒരാള് ഒരു സ്ഥലത്ത് കയറുന്ന സമയത്ത് നമുക്ക് ആ സ്ഥലം നല്ലതാണ് ചീത്തയാണ് എന്നുള്ള 2 തോന്നൽ ഉണ്ടാവാം. ആ ബിൽഡിങ്ങിന്റെ ഭംഗി കൊണ്ടല്ലാതെ നല്ല ഭംഗിയുള്ള സ്ഥലത്തും നമുക്ക് അവിടെ എത്തുന്ന സമയത്ത് എന്തോ ഒരു വയ്യായിക, അതിന് ബിൽഡിംഗ് സിൻഡ്രോം എന്നാ പറയാ. ആ അസുഖത്തിന് ബിൽഡിംഗ് സിൻഡ്രോം എന്നാ പറയാ. ആ ബിൽഡിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു സ്ഥലം മോശാന്ന് പെട്ടെന്നുള്ളൊരു തോന്നല്, അവിടുത്തെ എനർജി ലെവലാണ്. ഈ ബയോ എനർജിയെ അവിടെയുള്ള എൻവിറോൺമെന്റ് ഹാനികരമായിട്ട് ബാധിക്കുമ്പോൾ അവർക്ക് തോന്നും ഇതെന്തോ ശരിയല്ലാത്ത സ്ഥലം. തോന്നുന്നു പറയില്ലേ, അത് ആർക്കാ തോന്നുക? സാധാരണക്കാരന് ഇപ്പൊ എനിക്കൊക്കെ തോന്നും. എല്ലാവർക്കും തോന്നും. എല്ലാവർക്കും തോന്നും. ഇത് അറിയാനുള്ള കഴിവ് കൂടുതലും കുറവുള്ളവരുണ്ടാവാം, ഇത് കാണാനുള്ള കഴിവ് കൂടുതലും കുറവുള്ളവരുണ്ടാവാം, പ്രാക്ടിക്കലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. പ്രാക്ടിക്കലായിട്ട് ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എവിടെയോ ഇതിന്റെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ ഇതിനെ ശരിപ്പെടുത്താൻ എന്താ വാസ്തവത്തിൽ ചെയ്യണത്? അതിനുള്ള മാർഗങ്ങൾ കുറേയുണ്ട്. അത് ഏകദേശം ഈ കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ അത് വ്യക്തമാവുന്നതാണ് മാത്രമേ പറയാനുള്ളൂ. നമ്മളെങ്ങനെയാ തുടങ്ങുന്നത്? ഇപ്പൊ ഓരോന്നായിട്ട് നമുക്ക് മെഷർ ചെയ്യുന്നതിന് പകരം ഈ വാസ്തുവിന്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചതുകൊണ്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് പെട്ടെന്ന് നിങ്ങൾ കിടക്കുന്നത്. ഈ എൻവിറോൺമെന്റിലുള്ള വാസ്തു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എൻവിറോൺമെന്റ് അല്ലെങ്കിൽ ഭൂമി എങ്ങനെ മനുഷ്യനെ ബാധിക്കുന്നു അല്ലെങ്കിൽ അയാൾ താമസിക്കുന്ന സ്ഥലം എങ്ങനെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത്തരം എനർജികൾ ഉണ്ട് എന്ന് ഈ റോഡ് കണ്ടുപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് ഇത്രയും പ്രചാരം കൊടുത്തിട്ടുള്ള ഹാർട്ട്മാൻ എന്ന് പറഞ്ഞ ഒരാള് എനർജി ഡൗസിങ് വെള്ളം കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച റോഡാണ്. വെള്ളം കണ്ടുപിടിക്കാൻ എക്സ്പെരിമെന്റ്സ് നടത്തുന്ന സമയത്ത് പലപ്പോഴും ഈ വെള്ളം കണ്ടുപിടിച്ചിട്ടുള്ള സ്ഥലത്ത് കിണർ കുത്തി കഴിഞ്ഞാൽ അത് കാണാത്തൊരവസ്ഥയിലെത്തി, പ്രത്യേകിച്ചും പട്ടണങ്ങളിൽ. അപ്പൊ ഈ വെള്ളം മാത്രമല്ല, അല്ലെങ്കിൽ വെള്ളം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുമ്പോൾ തെറ്റാൻ കാരണം വേറെ എന്തോ ഒരു എനർജി ഇയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. അങ്ങനെയാണ് ഇതിനകത്തുള്ള റിസർച്ച് തുടങ്ങിയത്. ഏകദേശം ഇത് ജർമ്മനിയിൽ 1930s നടന്നിട്ടുള്ള റിസർച്ചാണ്. അപ്പൊ അദ്ദേഹം ഈ എനർജി ഒരു പ്രത്യേക സ്ഥലത്ത് ഈ റോഡ് പിടിച്ചു കഴിഞ്ഞാൽ, സാധാരണ നല്ല എനർജി ഉള്ള ഒരു സ്ഥലത്ത് ഈ റോഡ് പിടിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നോട്ട് തിരിച്ചു വരും, ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാ. ഈ റോഡ് ഭൂമിക്ക് പാരലായിട്ട് ഇതേപോലെ പിടിക്കും. ഇതൊന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ചെറിയ വിരലുകൊണ്ടൊന്നും ഇങ്ങനെ പിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. കംഫർട്ടബിൾ ആവാൻ വേണ്ടി ഇങ്ങനെ പിടിക്കും. ഒരു റോഡ് പിടിച്ചാൽ ഒന്നും സംഭവിക്കില്ല. അടുത്ത റോഡ് പിടിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നോട്ട് ഇങ്ങനെ പോകും. ഇത് നല്ലൊരു എനർജി ഉള്ള സ്ഥലത്താണ്. സാധാരണ വെള്ളം ഒഴുകുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഈ റോഡ് ക്രോസ്. അപ്പൊ അവിടെ വെള്ളത്തിന്റെ ഒരു ഒഴുക്കുണ്ടെന്ന് അയാൾ പറയും. കാരണം വെള്ളമാണ് ഏറ്റവും കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള സാധനം. അപ്പൊ വെള്ളം പോകുന്ന ഭാഗത്ത് ഇത് ക്രോസിംഗ് ഉണ്ടാവുന്നത്. ഇത് കണ്ടുപിടിച്ചു വരുന്ന സമയത്ത് പലപ്പോഴും അയാൾക്ക് വെള്ളം നേരെ രേഖകളില് തെക്ക് നിന്ന് വടക്കോട്ടും അല്ലെങ്കിൽ വടക്ക് നിന്ന് തെക്കോട്ട്, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്, ഈ 2 ഡയറക്ഷനിൽ മാത്രമേ ഒഴുകുന്നുള്ളൂ എന്ന് അയാൾക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ അത് സാധ്യതയുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഭൂമിയുടെ അടിയിൽ അങ്ങനെ പോകാൻ സാധ്യതയില്ല. അപ്പൊ ആ സ്ഥലത്ത് കുഴിച്ചു നോക്കി അവിടെ വെള്ളം കാണാനില്ല. അപ്പൊ വേറെ എന്തോ ഒരു സാധനമാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അയാൾ കണ്ടുപിടിച്ചു. ആ ലൈനുകൾക്ക് അയാൾ ഹാർട്ട്മാൻ ലൈൻസ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഈ ജംഗ്ഷനുകൾക്ക് ഹാർട്ട്മാൻ നോഡ്സ് എന്നും പറയും. ഈ ലൈനുകൾ കണ്ടുപിടിച്ച് ഇത് ഈ ബയോ എനർജിയെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് കുറെ റിസർച്ച് നടത്തിയിട്ടുള്ളതാണ് ജർമ്മനിയിൽ പലരും. അതിൽ ഏറ്റവും കൂടുതൽ എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുള്ളതാണ് ഡോക്ടർ ഹാഗർ. അയാൾ ജർമ്മനിയിലുള്ള മെഡിക്കൽ അസോസിയേഷന്റെ ഒരു പ്രസിഡന്റ് കൂടിയായിരുന്നു. 1910 മുതൽ 1932 വരെ അദ്ദേഹം ഈ റോഡ് 1930 പേരൊക്കെ കൊടുത്തത്. പക്ഷെ അതിനു മുമ്പ് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 22 വർഷം 5438 ക്യാൻസർ പേഷ്യൻസിന്റെ വീടുകളിൽ അയാൾ എക്സ്പെരിമെന്റ് നടത്തിയ സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ഹാർട്ട്മാൻ ലൈൻസ് ക്രോസ് ചെയ്യുന്ന നോഡിലായിരുന്നു ഇവരൊക്കെ കിടക്കുന്നതെന്ന് മനസ്സിലാക്കി. അപ്പൊ എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ളതിന്റെ ആൻസർ ആണ് ഇത് പറയുന്നത്. ക്യാൻസർ വരെ സ്ലീപ്ലെസ്നെസ്, ഉറക്കമില്ലായ്മ, അസ്വസ്ഥതകൾ, ബാഡ് ഡ്രീംസ്, അനാവശ്യമായ ഇറിറ്റേഷൻസ്, ഇതൊക്കെ ഉണ്ടാവുന്ന അർത്ഥം. അതിപ്പോ ചില സ്ഥലങ്ങളിൽ കിടന്നാൽ പ്രത്യേകിച്ച്. അപ്പൊ ഇവിടെയാണ് ആ ബിൽഡിങ്ങിൽ കിടക്കുമ്പോൾ എന്താണ് ബിസിനസ് കൂടാൻ കാരണം? ഒരാൾ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ അയാൾക്കൊരു അസ്വസ്ഥത തോന്നിയാൽ അയാൾ അവിടെ കയറില്ല.
അപ്പൊ ബിസിനസ് നന്നാവില്ല. ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് മാറ്റിയാൽ ഈ ലൈൻ എന്ന് പറയുന്നത് ഒരു 9 ഇഞ്ച് മാത്രമുള്ള ലൈനാണ് ഈ ഹാർട്ട്മാൻ ലൈൻസ്. ആ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യിക്കുന്ന ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ആ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് അയാൾക്ക് കയറാനോ കയറാതിരിക്കാനോ തോന്നുന്നത്. അപ്പൊ ഒരു ബിസിനസ് ഷോപ്പിലേക്ക് കയറാൻ, ഒരു വീട്ടിലേക്ക് കയറാൻ അയാൾക്ക് കയറുന്ന സമയത്ത് തന്നെ അയാൾക്കൊരു താല്പര്യമില്ലാണ്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അധികം ആൾക്കാർ കയറില്ല. അതാണ് കമേഴ്ഷ്യൽ രംഗത്ത് ഇത് ഇത്ര പോപ്പുലർ ആയത് അല്ലേ? അത് വീടുകളിലായാലും നമ്മുടെ ആരോഗ്യസ്ഥിതിയെ, കമേഴ്ഷ്യൽ ആവുന്ന സമയത്ത് അവിടുത്തെ ബിസിനസ്സിനെ. അപ്പൊ ഇത്തരത്തിൽ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇപ്പൊ എനർജിയുടെ കാര്യം പറയുമ്പോഴേ നമ്മൾ പണ്ടുള്ളവർ പറയുമല്ലോ ഉമ്മർപ്പടിയില് ഇരുന്നൂടാ, സന്ധ്യക്ക് പ്രത്യേകിച്ചും ഇരുന്നൂടാ, ഇതിനൊക്കെ ഇതേ റീസണിങ് ആണ്. ഇപ്പൊ ഇവിടേക്കുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാ, അയണൈസ്ഡ് എനർജിയാ. ഈ അയണൈസ്ഡ് എനർജി എന്ന് പറഞ്ഞാൽ ആറ്റംസിന്റെ ഒരു സ്പിന്നിങ് ഉണ്ട് ഇവിടെയൊക്കെ. ഒരു പ്രത്യേക സ്പിന്നിങ് ഉള്ള അയണൈസ്ഡ് എനർജി ഉള്ള ഒരു സ്ഥലത്ത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് ഫാൻ കറങ്ങുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് എനർജിയാണ് നടക്കുന്നത്. അവിടെ എനർജി ട്രാൻസ്ഫർ നടക്കുമ്പോൾ എപ്പോഴും ഒരു ലോസ് ഓഫ് എനർജി ഉണ്ടാവും. അതും ഒരു തരത്തിലുള്ള എനർജിയാണ്. വേറൊരു ഫിസിക്സ് തിയറം പറയുന്നത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ശാശ്വതമായിട്ടുണ്ടെന്ന്. അപ്പൊ ഒരു തിയറം പറയുന്നത് എനർജി ട്രാൻസ്ഫർ നടക്കുമ്പോൾ ലോസ് ഓഫ് എനർജി ഉണ്ടാവും. മറ്റൊരു തിയറം പറയുന്നത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാ. ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ചാൽ കോൺട്രഡിക്ഷൻ ഇല്ല. ഒന്ന് ലോസ് ഓഫ് എനർജിയാണ്, മറ്റൊന്ന് ഡിസ്ട്രോയ് എന്നാ പറയുന്നത്. അപ്പൊ ലോസ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് നല്ല അർത്ഥം. അപ്പൊ അത് എവിടെയോ ഉണ്ട്. അത് എവിടെയാണെന്ന് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള എൻവിറോൺമെന്റ് നല്ലതായതുകൊണ്ട് ആ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്ത് പുറത്തു പോകാൻ നോക്കും. നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നോക്കും. പുറത്ത് നല്ലൊരു എൻവിറോൺമെന്റാ. അപ്പൊ അങ്ങോട്ട് കിടക്കാൻ മാർഗമില്ലാത്തൊരവസ്ഥ വരുമ്പോ പൊട്ടൻഷ്യൽ തിയറി പറയുന്നത് എല്ലാ എനർജികളും പെരിഫറൽസിൽ സെറ്റിൽ ചെയ്യാനാണ് അതിന് ഇഷ്ടം. വക്കത്ത്. അപ്പൊ ഈ ഒരു ടേബിളിന് ഞാൻ ഒരു എനർജി കൊടുത്താൽ ടേബിളിൽ നിന്ന് മാക്സിമം എനർജി നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്നത്, എടുക്കാൻ പറ്റുന്നത് ടേബിളിന്റെ 4 വക്കില. അപ്പൊ ഈ ഉമ്മറപ്പടി എന്ന് പറയുന്നത് ഉമ്മറപ്പടി വേണമെന്നില്ല, അവിടെ ഒരു ചോക്കൗട്ട് വേണമെന്നില്ല, വെറും ഒരു ബീം അല്ലെങ്കിൽ ഒരു ആർച്ച് ഉണ്ടാക്കിയാലും മതി. അവിടെയാണ് ഒരു വേർതിരിവ് അല്ലേ? അവിടെ ഇലക്ട്രോൺസ് ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കും. ഈ എനർജി ഇവിടുന്ന് പുറത്തു പോകാൻ ശ്രമിക്കാൻ കാരണം എൻവിറോൺമെന്റിന് പറ്റാത്തൊരു എനർജി ആയതുകൊണ്ടാണ്. മനുഷ്യന് പറ്റാത്തൊരു സാധനമാണ് എൻവിറോൺമെന്റിന് പറ്റാത്ത സാധനം. അപ്പൊ മനുഷ്യൻ അവിടെ നിൽക്കുന്ന സമയത്ത്, കുറച്ച് സമയം അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബയോ എനർജി അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ ബയോ എനർജിയാണ് നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള കഴിവ് തരുന്നത്. അപ്പൊ അതിനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതേപോലെ തന്നെ ആയിരിക്കില്ലേ അപ്പൊ ഈ കിടന്നൂടാ, ഒരു ദിക്കിലേക്ക് തലവെച്ച് കിടന്നൂടാന്ന് പറയുന്നതിന്റെ ഒരു അതിൽ ഈ എനർജിയുടെ കൺസെപ്റ്റ് ഉണ്ട്. എനർജിയുടെ കൺസെപ്റ്റ് കൂടാതെ ഭൂമിയുടെ ഒരു റൊട്ടേഷന്റെ ഡയറക്ഷൻ കൺസെപ്റ്റും ഉണ്ട്. അത് ഈ ശരിക്കുള്ള ഈ സബ്ജക്റ്റിൽ വരുന്ന ഒരു സബ്ജക്ട് അല്ല, വാസ്തുവിൽ സ്പെസിഫിക് ആയിട്ട് വരുന്ന ഒരു സബ്ജക്ട്. അപ്പൊ നമുക്കിപ്പം ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതിൽ ആദ്യമായിട്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇവിടെയുള്ള ചില ഇലക്ട്രോൺ, സാധാരണ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു സെൽഫോൺ ഇപ്പൊ വളരെ കോമൺ ആയിട്ടുള്ളതല്ലേ. ഈ ഒരു കോമൺ ആയിട്ടുള്ള സെൽഫോൺ മാനുഫാക്ചർ ചെയ്യുന്ന 5 കമ്പനികൾ അമേരിക്കയില് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ബയോ എനർജി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ റിസർച്ചിൽ കുറേ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രോഫിറ്റിന്റെ 50% ഇതിന്റെ എനർജി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. എന്തിനാ ഇത്? കാരണം ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് അവർക്കറിയാം. അപ്പൊ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞ് ഇത് എങ്ങനെ ഇല്ലാത്ത ഒരു സാധനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ അതിന് മാർക്കറ്റ് കൊടുക്കും. ദോഷാണെന്നുള്ളത് ഇപ്പൊ അവരത്ര പോപ്പുലറൈസ് ചെയ്യില്ല. അപ്പൊ ആൾക്കാർ ഉപയോഗിക്കാണ്ടാവും. ഇനി ഇതില്ലാത്ത സമയത്തും ഉപയോഗിക്കാനുള്ള ഈ എനർജി പുറത്തു വരാതിരിക്കാൻ ഹാർമണൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അതിന് സെല്ലുലാർ ഫോൺ ഷീൽഡ് എന്ന് പറഞ്ഞിട്ട് അവൈലബിൾ ആണ്. ഇത് അമേരിക്കയിൽ ഇപ്പൊ മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനം. അത് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഉണ്ടാവില്ല. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി എന്താണെന്നുള്ളത് ഇപ്പൊ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു റോഡ് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് തിരിച്ചു പോകും. ഇവിടെ ഒരേ സ്വഭാവമുള്ള എനർജികളാണ്. ഇപ്പൊ ഇതിലൊരു ബാറ്ററി ഉള്ളത് കൊണ്ട് നമ്മൾ അതിന് മുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ, തൊട്ടടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ക്രോസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതിന് കുറച്ച് മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു പോകും. അപ്പൊ ഇത്രയും ഭാഗത്ത് ഒരു ഈ എൻവിറോൺമെന്റിന് വിരുദ്ധമായ ഒരു എനർജി ഇവിടെ ഉണ്ടെന്ന് അർത്ഥം. ഒന്നുകൂടി വേണമെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം. ഇവിടെയുള്ള എനർജി ഒരേ എനർജി ആയതുകൊണ്ട് ഇത് പിന്നോട്ട് വരും. പോസിറ്റീവ് എനർജി. അപ്പൊ നമുക്ക് പ്രയോജനമായത് പോസിറ്റീവ്, പ്രയോജനമല്ലാത്തത് നെഗറ്റീവ്. ഇതൊരു കൺസെപ്ച്വൽ പേരാ. അപ്പൊ ഇതിന് തൊട്ടടുത്ത് വെക്കുന്ന സമയത്ത് ഇത് ക്രോസ് ചെയ്യും. കുറച്ച് മുകളിൽ പോണ സമയത്ത് ഇവിടെ. അപ്പൊ ഇതിലൊരു ഹാർമണൈസർ എനിക്ക് വെക്കാൻ പറ്റിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ പിന്നെയും പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ ഹാർമണൈസർ ചെയ്യുന്നത്
ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പിന്നിങ്ങിനെ ഈ എൻവിറോൺമെന്റ് അനുചിതമായ ഒരു സ്പിന്നിങ്ങിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഹാർമണൈസർ എന്നുള്ള പേര് വന്നു. പക്ഷെ ഇത് മാർക്കറ്റ് ചെയ്യാൻ വന്നൊരു കമ്പനിക്കാരാണ് ഈ റോഡ്, അമേരിക്കയിലുള്ള ഈ റോഡ് എനിക്ക് തന്നത്. അവർക്കൊരു മാർക്കറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. അപ്പൊ ഇവിടെ മാർക്കറ്റ് കിട്ടാത്തതിന്റെ കാരണം കുറച്ച് കഴിഞ്ഞ് വിശദമാവും. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ ഈ ഹാർമണൈസർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പല സാധനങ്ങളും നമുക്ക് ചുറ്റുവട്ടത്തുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ഇതിന്റെ മുകളില് സാധാരണയുള്ള ഈ ബയോ എനർജി മനുഷ്യനുള്ള പോലെ തന്നെ നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ച് കിടത്തിയിട്ട് ഇപ്പം മെഷർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ബയോ എനർജി ഉള്ള ബാക്കി ചില വസ്തുക്കളെ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് കാണിക്കാം. ഈ മൊസാണ്ട ഇവിടെ വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ കിട്ടിയതിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റിലും കൂടി ഇതിന് നെഗറ്റീവ് എനർജി. നേരത്തെ ഏകദേശം ഇവിടെ വരെ ഉണ്ടായിരുന്നത് ഇപ്പൊ കുറച്ചുകൂടി കൂടി. അപ്പൊ ഈ നെഗറ്റിവിറ്റിയുടെ ഏകദേശം സെയിം സ്വഭാവമുള്ള ഒരു സാധനമാണ് ഈ മൊസാണ്ട എന്നർത്ഥം. ഇനി ഇതിപ്പോ നമ്മൾ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പുഷ്പങ്ങളാണ്. അപ്പൊ ഈ പൂ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് നേരത്തെ ഇവിടെയുള്ള സാധാരണ ഒരു സ്ഥലത്ത് പിടിക്കുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്ത് ഏകദേശം 180 ഡിഗ്രി ആകുമ്പോൾ നിൽക്കും. അതേ സമയത്ത് ഈ പൂവിന്റെ അടുത്ത് പിടിക്കുന്ന സമയത്ത് ഇത് പിന്നോട്ട് തിരിച്ചു വരുന്നു. അപ്പൊ അതിന് കാരണം എൻവിറോൺമെന്റിനെ കുറച്ചുകൂടി ഉന്മേഷമാക്കാൻ പറ്റുന്ന ഏതോ ഒരു എനർജി ആ പൂവിലുണ്ടെന്നുള്ളതാണ്. അതിനെ പോസിറ്റീവ് എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പൊ ശരിയായ തെറ്റല്ല, ഹൈബ്രിഡ് ആണ്, എങ്കിലും തെറ്റിയുടെ സ്വഭാവം കാണിക്കും അല്ലേ? ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്തു, പക്ഷെ അത്ര സ്പീഡിൽ തിരിച്ചു വരുന്നില്ല. ശരിയായ തെറ്റി ആയിരുന്നെങ്കിൽ ഇത് ശരിക്കും അദ്ദേഹത്തിന് മേല് മുട്ടും. അപ്പൊ ഇത് തിരിച്ചു വരുന്നതിന്റെ സ്പീഡ് എത്ര ഡിഗ്രി തിരിച്ചു വരുന്നുണ്ട്, ഇതൊക്കെ നോക്കിയിട്ട് ഇതിന്റെ പോസിറ്റിവിറ്റിയെ നമുക്ക് വേണമെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ പണ്ട് പൂജയ്ക്ക് പുഷ്പങ്ങൾ തെരഞ്ഞെടുത്തതില് ഈ ഒരു അതെനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ കുറെ പൂക്കള് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയ സമയത്ത് മനസ്സിലായി പൂജക്ക് ഉപയോഗിക്കുന്നത് ഏതാണ്, ഉപയോഗിക്കാത്തത് ഏതാണ്. ദേവങ്കരയ്ക്ക് ചൈതന്യം സമർപ്പിക്കുകയാണ്. ആ പുഷ്പം കൊണ്ട് പൂജ ചെയ്താൽ ദേവന്റെ ചൈതന്യം നശിക്കും, ഈ പുഷ്പം കൊണ്ട് പൂജ ചെയ്താൽ ദേവചൈതന്യം വർദ്ധിക്കും. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ പോസിറ്റീവ് എനർജി കൂടും. അത് തന്നെ അല്ലേ? അത് തന്നെ. അപ്പൊ പൂക്കൾ നന്ദ്യാർവട്ടാണ്, ഇതിപ്പോ നന്ദ്യാർവട്ടം പൂജയ്ക്ക് എടുക്കുന്ന പുഷ്പ. അതിപ്പോ ഇതിന്റെ എനർജി നോക്കാം. പൂക്കൾ ഉപയോഗിച്ച് പൂജ ചെയ്യാന്ന് പറയുമ്പോ ഈ നാച്ചുറൽ ആയിട്ട് അവൈലബിൾ ഉള്ള ഈ ഒരു ബിംബത്തിന് പെട്ടെന്ന് നിങ്ങളുടെ എനർജി കിട്ടാനോ അവിടെ ഹയർ എനർജി ലെവൽ ഉണ്ടാക്കാനുള്ള ഒരു കാര്യമില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് നാച്ചുറൽ ആയിട്ട് ഉണ്ടാവില്ല. ഇതിലൊരു പുഷ്പം ഇടുന്ന സമയത്ത് പുഷ്പത്തിന്റെ എനർജി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ എനർജി ട്രാൻസ്ഫർ ആണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് അർത്ഥം. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ചുറ്റും ഇങ്ങനത്തെ പുഷ്പങ്ങൾ വെച്ചാലാവില്ലേ നമുക്കും ഗുണുണ്ടാവുക? എന്താ സംശയം? വളരെ പോപ്പുലർ ആയിട്ടുള്ള ഈ ഒരു പൂവ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ പലർക്കും താല്പര്യം ഉണ്ടാവും. കമേഴ്ഷ്യലി വളരെ പോപ്പുലറാണ്. അപ്പൊ ഇത് നെഗറ്റീവ് ആണെന്നർത്ഥം. ഇനി അത് മാത്രം വേണമെന്നില്ല, സെൽഫോൺ ഇല്ലാതെ ആ പുഷ്പം മാത്രം കയ്യിൽ വെച്ച് നോക്കിയാൽ എന്താ പറ്റും? നെഗറ്റീവ് തന്നെ. ഈ പുഷ്പങ്ങളുടെ സാമീപ്യം നമുക്ക് ദോഷം ചെയ്യും, ഇത്തരം പുഷ്പങ്ങളുടെ സാമീപ്യം നമുക്ക് ഗുണം ചെയ്യും. അതാണ് പണ്ട് വീട്ടിന്റെ മുറ്റത്തൊക്കെ തെച്ചി. ഇനി പുഷ്പങ്ങൾ മാത്രല്ല, നമ്മൾ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസില് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. നല്ല വെജിറ്റബിൾസും ചീത്ത വെജിറ്റബിൾസും ഉണ്ടാവും അർത്ഥം. അവയാണ് നമുക്ക് തരാനുള്ള എനർജി. ഇപ്പൊ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ നല്ലതെന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി നോക്കിയിട്ടോ പുതിയതാണോ പഴയതാണോ അല്ല, അതിന്റെ വിറ്റമിൻ കണ്ടന്റ് നോക്കിയിട്ടും അല്ല, അതിലുള്ള എനർജി കണ്ടന്റ് മാത്രം നോക്കിയിട്ട്. ഉദാഹരണം പറഞ്ഞാൽ സാധാരണയുള്ള അധികം വെജിറ്റബിൾസ് ഒന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഇപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം കാണിച്ചു തരാം. സാധാരണ ഇതില്ലാണ്ടപ്പോ ഒരു കാര്യം നടക്കുമോ അല്ലേ വീടുകളിൽ? നെഗറ്റീവാ. അപ്പൊ ഇത് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഇത് ഒന്നുകൂടി പിന്നോട്ട് തിരിച്ചു വന്നേനെ. പക്ഷെ പണ്ടൊന്നും ഇത് ഉപയോഗിക്കില്ലല്ലോ പാചകത്തില്. ഉള്ളിയില്ല, വെളുത്തുള്ളിയില്ല. വെളുത്തുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെളുത്തുള്ളി നെഗറ്റീവ് ആണെന്ന് എനിക്ക് കാണാൻ സാധിച്ചത് ഹൈദരാബാദിലുള്ള പല വീടുകളിലും പൂജാമുറി കിച്ചണും ഒന്നും തന്നെയാണ്. അവർ സാധാരണ കിച്ചണിന്റെ വിലക്കുറവുകൊണ്ടല്ല, അത് അവിടുത്തെ പ്രാക്ടീസ് ആണ്. അപ്പൊ പൂജാമുറിയിൽ തന്നെയാണ് അവർ കിച്ചൺ, അല്ലെങ്കിൽ കിച്ചണിൽ തന്നെയാണ് പൂജാമുറി എന്ന് പറയാം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അവർക്ക്. അപ്പൊ പല വീടുകളിലും പൂജാമുറിയിൽ ഒരു പോസിറ്റീവ് എനർജി കൂടുതൽ ഉണ്ടാവണം. കാരണം പൂജാമുറി ഉണ്ടാവുന്നതും പൂജ ചെയ്യുന്നതും അവിടെ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവാൻ വേണ്ടിയാണ്. പക്ഷെ ഒരു പൂജാമുറി ടെസ്റ്റ് ചെയ്ത സമയത്ത് അവിടെ ഈ
റോഡ് ക്രോസ് ചെയ്യായിരുന്നു. അപ്പൊ അവിടെയുള്ള ചില സാധനങ്ങളൊക്കെ മാറ്റി നോക്കിയ സമയത്ത് ഓരോന്നായിട്ട് മാറ്റി നോക്കിയ സമയത്ത് വലിയൊരു എക്സർസൈസ് ആയിരുന്നു. അങ്ങനെ നോക്കിയ സമയത്താണ് ഈ വെളുത്തുള്ളി മാറ്റിയ സമയത്ത് ഈ റോഡ് വെളുത്തുള്ളി മാറ്റിയ സമയത്ത് പെട്ടെന്ന് ഡൈവേർജ് ചെയ്തു. അതുവരെ ഇത് ക്രോസിംഗ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇത്. അങ്ങനെ കുറെ എക്സ്പെരിമെന്റ്സ് ചെയ്യണം. ഇങ്ങനെ കുറെ എക്സ്പെരിമെന്റ്സ് ചെയ്തപ്പോ മനസ്സിലായ കാര്യം, നമ്മുടെ ഭാരതീയ പൈതൃകത്തിൽ ചോദിച്ചോട്ടെ, ഇപ്പൊ ഔഷധ ഗുണം എന്നൊക്കെ പറയുമ്പോഴേ വെളുത്തുള്ളിയുടെ ഔഷധ ഗുണമൊക്കെ ആയുർവേദത്തിൽ വരെ പറയുന്നുണ്ടല്ലോ അല്ലേ? പക്ഷേ ഊർജത്തെ സംബന്ധിച്ചിടത്തോളം അത് വിപരീത ഊർജ്ജമാണ്. ഓരോന്നിനും. പക്ഷെ അത് വീട്ടിലുള്ളൊരു സാന്നിധ്യം ഞാൻ ചോദിക്കണതേ. വീട്ടിലെ സാന്നിധ്യം വിപരീതോർജ്ജം തന്നെയാണ്. ഔഷധത്തിന് വേണ്ടി ഉപയോഗിക്കാമെങ്കിലും യാതൊരു സംശയമില്ല. വീട്ടിലത് വെച്ചുകൊണ്ടിരിക്കുമ്പോ വിപരീതോർജ്ജം തന്നെ. മരുന്നായിട്ട് കഴിക്കാം, പക്ഷെ വീട്ടിൽ വെച്ചുകൂടാന്നല്ലേ? മരുന്ന് ആവശ്യത്തിനെ കഴിക്കാവൂ, അതാണേ. മരുന്നെന്ന് പറയുമ്പോ മരുന്ന് എപ്പോഴും കഴിക്കാനുള്ളതല്ല. നമ്മൾ ഇന്ന് ചെയ്യണത് എപ്പോഴും കഴിക്കുക, അത് വേണ്ട. അതും ശരിക്കും ഒരു പോയിസൺ മാറ്റണമെങ്കിൽ വേറൊരു പോയിസൺ തന്നെയാണ് അതിന്റെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. പല മരുന്നുകളും പോയിസൺ തന്നെയാണ്. ഒരു ഗുണം ചെയ്യുന്ന സമയത്ത് വേറൊരു വാക്സിൻ പോലെ. അപ്പൊ ഇത് ഒരു വിഷത്തെ അകറ്റാൻ പറ്റിയ വേറൊരു വിഷാന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ കൂർക്കില അല്ലേ? കൂർക്കില അത് നോക്കിയിട്ടില്ല, ഇതുവരെ നോക്കാത്ത സാധനമാണ്. അതെ അതെ. ഓ നല്ല. ഇത് വീടുകളില് തുളസിയുടെ ഒപ്പം തന്നെ കിട്ടിയിട്ടില്ല. ഇനി സാധാരണ വീടുകളില് ഫ്ലോറിംഗ് പലതരത്തിലുണ്ട്. പറ്റുന്ന ചില പുഷ്പങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം. ഈ 1-2 പുഷ്പങ്ങൾ, മുല്ലയും പൂജാ പുഷ്പങ്ങളാണ് അല്ലേ? ഇതിപ്പം ബേസിക്കലി ഇവിടെയുള്ള എനർജി നല്ലതായതുകൊണ്ട് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് സെൽഫോൺ ഉപയോഗിക്കുന്നത്. നെഗറ്റീവില് നമ്മളൊരു പോസിറ്റീവ് വെക്കുമ്പോ വ്യത്യാസം നെഗറ്റിവിറ്റിയെ കൂടി അതിജീവിച്ചും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. എന്തൊരു ശക്തിയാണ്. മുല്ലപ്പൂ പൂജാ പുഷ്പമാണ്. ഇത് മറ്റൊരു തരം ചൂടണതിലും തെറ്റില്ല. അപ്പൊ അതെ, തീർച്ചയായിട്ടും ചെമ്പരത്തി പൂവ്, മറ്റൊരു തരം ചെമ്പരത്തി പൂവ് കണ്ടോ. ഈ ഒരു സ്റ്റോൺ ഇപ്പൊ ഇവിടെയുള്ള എനർജി ലെവൽ മാർബിൾ ഇവിടെയുള്ള ഒരു എനർജി ലെവലിൽ ഈ റൊട്ടേഷനിൽ വല്ല മാറ്റവും അത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമ്മൾ പറയണം. അപ്പൊ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഈ മാർബിളിന് എനർജി മോശമോ നല്ലതോ ഇല്ല എന്നർത്ഥം. നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനം, നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ടെന്ന് പറയുന്നില്ല. അതിന് ബാഡ് എനർജി ഇതൊക്കെ നാച്ചുറലാ. ഉള്ളി നാച്ചുറലാണ്, മറ്റേത് ഇതൊരു സെറാമിക് ടൈലാ. സെറാമിക് ടൈലിന് ഒന്നും പറയാനില്ല. പക്ഷെ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് പിന്നോട്ട് വന്നത് അത്രക്ക് ആനുകൂല്യമാവില്ല. അപ്പൊ സെറാമിക് ടൈലിന് ആ പോസിറ്റിവിറ്റി കുറച്ചു എൻവയോൺമെന്റിനെ കുറച്ച് നെഗറ്റീവ് ആക്കാനുള്ള ഒരു ടെൻഡൻസി കുറച്ചുണ്ടെന്നർത്ഥം. അത് ചിലപ്പോ ഈ ടൈൽസ് ക്ലീൻ അല്ലാത്തതുകൊണ്ടാവും. കാരണം അതിനുള്ള ചാൻസ് ഉണ്ട്, അതുണ്ടാവാം എന്ന് പറയാം. ഇത് സാധാരണ മണ്ണുകൊണ്ടുള്ള ഇഷ്ടിക. ഇതും ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഭവനങ്ങളിലെ ഏറ്റവും നല്ലത് ഇതാണ്, മാർബിളോ. അത് പറയുമല്ലോ, 5 എലിമെന്റ്സും ഒത്തുചേരുന്നത് ഇഷ്ടികയിലാണ് അറിയില്ലേ അല്ലേ? അപ്പൊ എൻവയോൺമെന്റിന് ഹാനികരമല്ലാത്ത ഒരു ഫ്ലോറിംഗ് വേണമെങ്കിൽ ഇത് മാത്രമല്ലാതെ മറ്റൊരു ഘടകം കൂടി അത് ഡോക്ടറിന് പറയാൻ നല്ലത്, ഇതിന്റെ വർണ്ണം ഈ കാവിക്കളറിനോട്, അഗ്നിയുടെ വർണ്ണത്തിനോട് ചേരുന്നതാ. ആഗ്നേയമായ വർണ്ണവും കാവി വർണ്ണവും അടുത്ത ആ വർണ്ണത്തിന് കളർ തെറാപ്പി പ്രകാരം നമ്മുടെ കുറച്ചുറങ്ങിയാൽ തന്നെ ഉറക്കം തൃപ്തിയാക്കാനും ചിന്തിക്കുമ്പോ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കൂട്ടാൻ കഴിവുണ്ട് ഈ നിറത്തിന്. അപ്പൊ ഒരു ഭവനത്തിലെ എല്ലാ നിലവും ഈ മണ്ണുകൊണ്ടുള്ള ഇഷ്ടികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭവനത്തിലുള്ള ബുദ്ധിപരമായിട്ടുള്ള കഴിവ് അവർക്ക് കൂടുതലുണ്ടാവും. അതിന് താമസം പണ്ടതാണല്ലോ. അപ്പൊ നമ്മൾ ഇന്നത്തെ പുതിയ പരിഷ്കാരങ്ങൾ പലതും നമ്മൾ അറിയാതെ നമുക്ക് ദോഷം ചെയ്യുന്നുണ്ട്. ഇതിപ്പോ നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണുന്നില്ലേ. ഇനി ഈ സബ്ജക്ട് കളർ തെറാപ്പിയാ. അത് കളർ തെറാപ്പി, അത് വേറെ വിഷയം. കളർ തെറാപ്പി പഠിച്ചതുകൊണ്ട് ഊണിയും പഠിച്ച ആളാണ്. ജെൻ തെറാപ്പി, കളർ തെറാപ്പി ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നെഗറ്റീവാണ്. കണ്ടാ ഇന്നിപ്പോ പോളിഷ്ഡ് ഗ്രാനൈറ്റ് ആണ് ഏറ്റവും വലിയ പ്രസ്റ്റീജ്. ഈ ഗ്രാനൈറ്റ് നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. ഈ ഗ്രാനൈറ്റിന് എനർജി പിടിച്ചെടുക്കാനുള്ള കഴിവ് പെട്ടെന്നുള്ളൊരു സാധനം.
എനർജി പിടിച്ചെടുക്കാനും കൊടുക്കാനും കഴിവുള്ള ഒരു സാധനമാണ് ഗ്രാനൈറ്റ്. ഞാൻ റെക്കി എനർജി ഇപ്പൊ ഇതിന് കൊടുക്കാൻ പോവാം. എനർജി ട്രാൻസ്ഫർ ആണ്. അത് കോസ്മിക് എനർജിയിൽ നിന്ന് എടുത്തിട്ടും അല്ലെങ്കിൽ എന്റെ പ്രാണനിലുള്ള എന്റെ എനർജിയും ഞാൻ ഈ ഗ്രാനൈറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ചെടുക്കുമ്പോൾ ഇനി നെഗറ്റീവ് ആയിരുന്ന ഗ്രാനൈറ്റ് ഈ എനർജി ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് റെക്കി എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് പ്രാണിക് ഹീലിംഗ് രണ്ടും ഒരേപോലെയാ. ഇനി ഈ കൊടുത്ത എനർജി ഞാൻ തിരിച്ചെടുക്കാൻ പറഞ്ഞില്ല. കാരണം കൊടുക്കാൻ കഴിവുള്ള ആൾക്ക് തിരിച്ചെടുക്കാനും പറ്റും. അപ്പൊ ഈ എനർജി ട്രാൻസ്ഫർ ഇപ്പൊ വെറും കൈ വെച്ചിട്ടാണ് എനർജി ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഞാൻ മന്ത്രങ്ങളൊന്നും ചൊല്ലിയില്ല. മന്ത്രങ്ങൾ ചൊല്ലി എനർജി ട്രാൻസ്ഫർ ചെയ്യാണ് ആവാഹനത്തിലൊക്കെ അമ്പലത്തിൽ ചെയ്യുന്ന സമയത്ത് ഒരു കല്ലിന് എനർജി കൊടുക്കുക എന്ന് പറയുന്നത് ആ കൺസെപ്റ്റ് തന്നെയാണ്. പ്രതിഷ്ഠയ്ക്ക് കൊടുക്കുക എന്നുള്ളത് അത് എന്നെക്കാളും അധികം അറിയുന്ന ആള്. ഇപ്പൊ ആധുനിക ജീവിതത്തിലെ ഇപ്പൊ ശാസ്ത്രത്തിന് ഇപ്പൊ മെഡിക്കൽ ശാസ്ത്രത്തിന് ഇത് ഏതൊക്കെ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആ ശാസ്ത്രത്തിന്റെ പേരൊന്നും പറയണ്ടായില്ലേ നേരത്തെ. ഈ ഓറയെ കണ്ടിട്ട് ഒരു വ്യക്തിക്ക് രോഗമുണ്ടോ രോഗമില്ലയോ എന്ന് മനസ്സിലാവും ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി വെച്ച് മനസ്സിലാക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇതെന്താ നമ്മുടെ നാട്ടിൽ ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കാത്ത? അങ്ങനെയാണെങ്കിൽ ഡയഗ്നോസിസ് എളുപ്പല്ലേ, മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിൽ എന്താണ് ഉപയോഗിക്കാത്തത് എന്നുള്ളതിന് ഉത്തരം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ജർമ്മനിയിലെ എല്ലാ മെഡിക്കൽ ഡോക്ടേഴ്സിന്റെ കൂടെയും ഈ ഡൗസിംഗ് റോഡ് ഉപയോഗിച്ച് ഡൗസ് ചെയ്യുന്ന ആളെ ഒരു ബയോജിയോളജിസ്റ്റ് എന്നാ പറയാ. ഈ ബയോജിയോളജിസ്റ്റുകൾ ഡോക്ടർമാരുടെ കൂടെ പോകും, രോഗികളെ ചികിത്സിക്കണം. കാരണം ഫിസിക്കൽ ബോഡിക്ക് പ്രശ്നം ഉണ്ടായാൽ ചികിത്സ അത്യാവശ്യം, മരുന്ന് കൊടുക്കണം ഒക്കെ ആവശ്യം. പക്ഷെ അയാൾ കിടക്കുന്ന സ്ഥലം കൂടി നന്നാവണം. അപ്പൊ ഏത് സ്ഥലത്താണ് കിടക്കുന്നത്? നല്ല എനർജി ഉള്ള സ്ഥലമാണോ? ഇതിപ്പോ അലോപ്പത്തിക് മെഡിസിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ ഒരു റെക്കി സ്പെഷ്യലിസ്റ്റ് ഏതായാലും ശരീരത്തെ ഉപദ്രവിക്കാൻ തുടങ്ങിയ ഒരു അസുഖത്തെ വെറും എനർജി കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷെ അത് എനർജി കൺസെപ്റ്റ് കൂടെ കൊടുത്തില്ലെങ്കിൽ ഫിസിക്കലായിട്ട് നമ്മൾ എത്ര ട്രീറ്റ് ചെയ്താലും അതിന്റെ മൂലകാരണം അന്വേഷിക്കാണ്ട് ട്രീറ്റ് ചെയ്യുന്നതിന് തുല്യാന്നർത്ഥം. കാരണം നമ്മുടെ പ്രാണൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് ആ പ്രാണൻ റീഫില്ല് ചെയ്യാണ് ഈ എനർജി കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഭാരതീയ സങ്കല്പത്തില് ക്ഷേത്രങ്ങളിൽ പോകണം എന്ന് പറയുമ്പോ അവിടെ ചെയ്യുന്നത് നമ്മുടെ എനർജി ലെവലിനെ കൂട്ടുക എന്നുള്ളതാണ്. നമ്മുടെ എനർജി ലെവലിനെ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഹെൽത്ത് നല്ലതാക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ സംഭവിക്കുന്നത് ക്ഷേത്രങ്ങളിലുള്ള എനർജി നമുക്കുള്ള ബയോ എനർജിയുടെ ഡെൻസിഫൈ ചെയ്തിട്ടുള്ള ഒരു രൂപമുള്ള സ്ഥലമാണ്. ഡെൻസിറ്റി കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ കുറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അതാണ് നമ്മൾ. പൊട്ടൻഷ്യൽ കൂടിയിട്ടുള്ള അമ്പലങ്ങളിൽ നിന്നും എനർജി ട്രാൻസ്ഫർ നടക്കും. എപ്പോഴും എനർജി ട്രാൻസ്ഫർ നടക്കുന്നത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ്. ഒരു ചൂടുള്ള പാത്രത്തിൽ തണുത്ത വെള്ളം ഒഴിച്ചാൽ പാത്രത്തിന്റെ ചൂട് വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ആവും. തിരിച്ച് തണുപ്പുള്ള പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ വെള്ളത്തിന്റെ ചൂട് പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ആവും. നമുക്ക് ഒരു സാധാരണ സൈക്കിൾ ട്യൂബിൽ കാറ്റടിക്കണമെങ്കിൽ ഇവിടെയൊക്കെ എയർ അവൈലബിൾ ആണ്. പക്ഷെ ട്യൂബിന്റെ വാൾവ് തുറന്നാൽ എയർ ഉള്ളിലേക്കല്ല പോവാ, ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വരാം. കാരണം അവിടെയുള്ള പ്രഷറിനെക്കാളും കുറഞ്ഞ പ്രഷറുള്ള സ്ഥലമാണ്. അതിനേക്കാളും പ്രഷർ കൂടുതലുള്ള ഒരു സ്ഥലമാണ് പമ്പ്. അപ്പൊ കാറ്റടിക്കണമെങ്കിൽ നമ്മൾ പമ്പിൽ തന്നെ പോകണം. അതേപോലെ നമുക്ക് എനർജി കിട്ടണമെങ്കിൽ ഇവിടെയൊക്കെ എനർജി അവൈലബിൾ ആണ്. ഈ പൂവിൽ അവൈലബിൾ ആണ്, ആ പൂവിൽ അവൈലബിൾ ആണ്. പക്ഷെ ആ പൂവിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ പറ്റില്ല. കാരണം പൂവിനും നമുക്ക് നോക്കിയ എനർജി ഏകദേശം പൂവിന് കുറവ്, നമുക്ക് കൂടുതലായിരിക്കും. അപ്പൊ നമ്മളെക്കാളും കൂടുതൽ എനർജി ഉള്ള സ്ഥലത്തേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ നല്ലോണം ഉപാസന ചെയ്യുന്ന ഒരാളെടുത്ത് പോയി അനുഗ്രഹം മേടിച്ചാൽ അയാള് എനർജി എന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ ഞാൻ ക്ഷേത്രത്തിൽ പോയാൽ ക്ഷേത്രത്തിൽ നിന്നും എനർജി എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. അപ്പൊ നമ്മളിപ്പോ ഈ വിളക്ക് വെക്കൊക്കെ ചെയ്യില്ലേ ക്ഷേത്രങ്ങളില്? വിളക്ക് വെക്കുമ്പോ സന്ധ്യക്ക് വീടുകളിലും വിളക്ക് വെക്കും. ആ വിളക്ക് വെക്കുന്നതിന്റെ ആ തിരി വെക്കുന്നതിന്റെ ഒരു ദിശയെക്കുറിച്ചും വിളക്ക് വെക്കുക എന്നുള്ളതിന്റെ കൺസെപ്റ്റ് ഒന്ന് പ്രകാശം ഉണ്ടാവാന്നുള്ളതായിരുന്നു ആദ്യം. അതെ, സന്ധ്യക്കായത് കൂടാതെ അഗ്നിയാരാധന എന്നുള്ള ഘടകവും അതിലുണ്ട്.
അതുകൂടാതെ എനർജി കൺസെപ്റ്റ് വെച്ച് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയം, എത്ര തിരി വെക്കണം? 5 തിരി വെക്കാറുണ്ട് ചിലര്, അത് ഒരു തിരിയിലേക്ക് ഇപ്പൊ ഒതുങ്ങിയിരിക്കുന്നു. അപ്പൊ ഒരു തിരി വെച്ചാലാണോ എനർജി, 5 തിരി വെച്ചാലാണോ എനർജി? ഇതിലൊക്കെ വല്ല എനർജി കൺസെപ്റ്റ് ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം. ഒരു തിരി മാത്രം കത്തിച്ചിട്ടുള്ള വിളക്കാണിത്. ഇപ്പൊ കിഴക്ക് വശത്തേക്കാണ് നമ്മൾ തിരി വെച്ചിരിക്കുന്നത്. സാധാരണ മിക്ക വീടുകളിലും കോമൺ ആയിട്ട് ഒരു തിരി കിഴക്കോട്ട് വെച്ചിട്ട് കത്തിക്കാറുണ്ട്. അപ്പൊ ഇതിലുള്ള ഊർജ്ജം നമുക്ക് പരിശോധിക്കാം. ഇപ്പൊ ഊർജ്ജം ഉള്ളതാണെങ്കിൽ ഇത് പിന്നോട്ട് വരണം, ഇതേ ഊർജ്ജം ഉണ്ടെങ്കിൽ. ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ക്രോസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് നെഗറ്റീവ് ഊർജ്ജം അർത്ഥം. പക്ഷെ വിളക്ക് കത്തിക്കുമ്പോ നെഗറ്റീവ് ഊർജ്ജം വരിക എന്ന് പറഞ്ഞാൽ അത് ദീപത്തിന് ചൈതന്യമുണ്ട്, ഇല്ല. പക്ഷേ അതിൽ എവിടെയോ ഒരു വൈകല്യം ഉണ്ട്, എന്താന്ന് നമുക്കറിയില്ല. അടുത്ത കാലത്ത് ഇങ്ങനെ ഓരോ ഡയറക്ഷനിലേക്കുള്ള വീടുകൾ കത്തിക്കാൻ എന്താ കാരണം നോക്കി, അതിൽ ഏതാണ് ശരിയെന്ന് അറിയണല്ലോ. അപ്പൊ അത് നോക്കിയപ്പോ 2 ഡയറക്ഷനിലേക്ക്, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും കത്തിച്ചു കഴിഞ്ഞാൽ എനർജി ലെവൽ നല്ലപോലെ കൂടുതലായിട്ട് കാണാം. ഇപ്പൊ ഇവിടുന്ന് വരുന്നതിന്റെ ആ റൊട്ടേഷന്റെ കാലം മാറ്റം. അപ്പൊ ഈ 5 തിരിയിടുന്നുണ്ട്, 7 തിരിയിടുന്നുണ്ട്. 5 തിരി ഭദ്രദീപം എന്നല്ലേ പേര്? 5 തിരി ഓരോന്നായിട്ട് മാറ്റിട്ട് ഇനിയിപ്പോ 3 തിരി നോക്കാം. അല്ലെ, അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ കിഴക്ക് പടിഞ്ഞാറിലുള്ളത് ഇതൊന്ന് വടക്ക് വിളക്കിനെ തിരിക്കുക, തിരിച്ച് തെക്ക് വടക്കാക്കി നോക്കാം. കാരണം ഡയറക്ഷൻ വല്ല പ്രത്യേകത ഉണ്ടോന്ന് അറിയണ്ടേ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രോസിംഗ് ആണ്, നെഗറ്റീവ് എനർജി. അതേ തിരികള് എണ്ണ വിളക്ക് തിരി ഒന്നും മാറിയിട്ടില്ല. അപ്പൊ ദിശയ്ക്ക് തിരി വെച്ച ദിക്ക് മാറി. അപ്പൊ ദിശയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സ്വാധീനം എന്താന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ തല വെച്ച് കിടക്കുന്നതിന്റെ, നോക്കിയിരിക്കുന്നതിന്റെ, ഉണ്ണാനിരിക്കുന്നതിനൊക്കെ. അപ്പൊ പിറന്നാളിന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഉണ്ണാനിരിക്കണം എന്ന് പറയുന്നത് വെറുതെ അല്ല, അതിന് പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മൾ കണ്ടില്ലേ. ഇപ്പൊ ഇതിന് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ആയിട്ട് പറയണമെങ്കിൽ, ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയുടെ കാര്യം നമ്മൾ പറഞ്ഞത്. ഇതേപോലുള്ള വേറൊരു എനർജിയാണ് ജിയോ മാഗ്നറ്റിക് എനർജി. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാവാം. നമുക്ക് 3 തിരിയിട്ട് ചെയ്തിട്ടൊന്ന് നോക്കാം. നെഗറ്റീവാ. ഇനി ഇതിന്റെ ഡയറക്ഷൻ വേണമെങ്കിൽ മാറ്റി നോക്കാം. ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് നോക്കാം. നെഗറ്റീവാ. ഇനി 4 നോക്കാം. അപ്പൊ ഇതൊക്കെ ഒരു ഹാർമണൈസറിന്റെ എഫക്ട് ഉണ്ടാവാം. ചിലപ്പം ഇതിലുള്ള നമ്പർ ഓഫ് ഒരു സോഴ്സ് ഉണ്ടാവുമല്ലോ, അതിന്റെ ഒരു ബാലൻസിങ്. ഇതാണ് ഹാർമണൈസറുടെ ആ ഒരു എഫക്ട്. അതുകൊണ്ടാവാം. കാരണം ഇതിന്റെ അകത്ത് ഉണ്ടാവുന്ന എനർജിയുടെ റൊട്ടേഷൻ ഒരു വിധത്തില്, മറ്റൊന്ന് വേറൊന്ന്, അതിന്റെ ക്ലാഷ്. അപ്പൊ അതിനൊന്ന് ഹാർമണൈസ് ചെയ്യാൻ വേണ്ടി 3 വെച്ചപ്പോ വന്നത് ക്ലാഷ് ആയിരിക്കണം. ഇനിയിപ്പോ 4 വെച്ചാൽ ക്ലാഷ് അവസാനിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെയും ക്ലാഷ്. ഇത് 2 വെച്ചപ്പോ പോസിറ്റീവ്, 4 വെച്ചപ്പോ നെഗറ്റീവ്. ശരിക്കും പറഞ്ഞാൽ 2 into 2 ആണ്. അതെ, പക്ഷെ നമ്മൾ 2 വെച്ചപ്പോ കണ്ട ആ ഇഫക്റ്റ് ആണ് വാസ്തവത്തിൽ വരേണ്ടത്. അതെ, അതിന് പകരം. അപ്പൊ ഇപ്പൊ ഒരു കാര്യം പറയാൻ പറ്റുക, ചിലപ്പം ഈ ജിയോ മാഗ്നറ്റിക് എനർജിയുടെ കാര്യം പറഞ്ഞല്ലോ, ആ ജിയോ മാഗ്നറ്റിക് എനർജി ഒന്നിനെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഒരു എഫക്ട് അതിനെ പിന്നെയും താത്തുന്നതാണ്. അതാവാം. ഇനി സാധാരണ 5 തിരിയാണ് പതിവ്. ഏത് വിളക്ക് നോക്കിയാലും 5 തിരി കത്തിക്കാനുള്ള പ്രൊവിഷനോട് കൂടി ഭദ്രദീപം എന്ന് പറയാം. 2 തിരി കത്തിക്കുമ്പോഴുള്ള ഈ റോഡ് തിരിച്ചു വരുന്നതിന്റെ സ്പീഡിനെക്കാളും പറയുമ്പോ 2 വളരെ ഭംഗിയായി കത്തണം, കൂടുതൽ സ്പീഡിൽ അത് തിരിച്ചു വരുന്നതായിട്ട് കാണാം. സാധാരണ ഒരു സെല്ലുലാർ ഫോണിലുള്ള നെഗറ്റീവ് എനർജി കറിയാനുള്ള ഹാർമണൈസർ ആണ് ഉപയോഗിക്കാറ്. നമുക്ക് ഹാർമണൈസർ ഒരു മെറ്റൽ ഉപയോഗിച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ച് നോക്കാം. ഒരു ഏറ്റവും വില പിടിച്ചൊരു സാധനമാണല്ലോ മനുഷ്യന് പൈസ. അപ്പൊ പൈസക്ക് നെഗറ്റീവ് എനർജിയെ മാറ്റാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 1 രൂപ തൊട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാലും ആ നെഗറ്റിവിറ്റി മാറുന്നില്ല. ഇനി ഈ കോയിന് ഒന്ന് മന്ത്രം ചൊല്ലി തന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഗായത്രി മന്ത്രം, സൂര്യഗായത്രി മന്ത്രം 3 ഞാൻ വിചാരിക്കുക മാത്രമാണ് ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല. വെറും കോയിന് സാധിക്കാത്തത് അല്ലേ? ആ മന്ത്രശക്തി, ആ ശക്തിയെ ആ കോയിന് ഏറ്റെടുക്കാൻ പറ്റി. എനർജി ട്രാൻസ്ഫർ ചെയ്തു ആ കോയിനിലേക്ക്. ആ എനർജി അവിടെ പോസിറ്റീവ് എനർജി ആയിട്ട് വർക്ക് ചെയ്തു. ഇതിപ്പോ ഇങ്ങനെ മരക്കഷ്ണം എടുത്താൽ അത്രയും അത് ഉൾക്കൊണ്ടോളന്നില്ല. കാരണം ലോഹത്തിന് ഊർജത്തിനെ സ്വാംശീകരിക്കാൻ ഇലക്ട്രിസിറ്റി പോലെ കണ്ടക്ടർ അല്ല എന്നല്ലേ? അല്ല, കണ്ടക്ടർ ആണ് എന്നുള്ളത്. ലോഹം, മരം അല്ല.
രുദ്രാക്ഷമാല ധരിക്കണം എന്ന് പറയുന്നത് വെറുതെ അല്ല. അപ്പൊ നമ്മുടെ ഭാരതീയ പൈതൃകത്തിലുള്ള പല വിശ്വാസങ്ങൾക്കും ഒരു എനർജി കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരാണ്. ഉദാഹരണത്തിന് ഇപ്പം ആദ്യം പറയണ്ടല്ലോ, വെള്ളത്തിന് എനർജി അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന്. ഒരു ക്ഷേത്രത്തില് തീർത്ഥം എല്ലാവരും കൊടുക്കുന്നുണ്ട്. സാധാരണ വെള്ളം 20,000 ടൈംസ് എൻലാർജ് ചെയ്താൽ, പൈപ്പിലും കിണറിലൊക്കെ കിട്ടുന്ന ഒരു വെള്ളം അതിന്റെ മോളിക്യൂൾ 20,000 ടൈംസ് എൻലാർജ് ചെയ്താൽ ആകെ ഫസ്സി ആയിട്ടുള്ള ഒരു ചുഴലിക്കാറ്റിന്റെ രൂപത്തിലാണ് നമ്മൾ കാണുക. പക്ഷെ ഡിസ്റ്റിൽഡ് വാട്ടർ ഒന്ന് എനർജൈസ് ചെയ്തിട്ടുള്ളതാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഓടിന്റെ ടൈലിന്റെ രൂപത്തിലുള്ള ഒരു സ്ട്രക്ചറാണ്. ഇതാണ് നമുക്ക് കാണാൻ പറ്റുക, മോളിക്കുലാർ സ്ട്രക്ചർ. അപ്പൊ ആകെ ഒരു സ്പ്രെഡ് ആയിട്ടുള്ള പൊടിപടലങ്ങളുടെ രൂപത്തിലുള്ള ഒരു സാധനത്തിന് കുറച്ച് എനർജി കൊടുക്കുന്ന സമയത്ത് ഒരു ഓർഡർ ഉണ്ടാവും. അതുകൊണ്ടാണ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഈ വെള്ളം ഒഴിക്കാതെ ആ വെള്ളം ഒഴിക്കുന്നത്. ശരിക്കും മനുഷ്യൻ വെള്ളം കുടിക്കുന്നത് ദാഹം മാറാൻ മാത്രമല്ല, ഒരു എനർജൈസർ ആയിട്ട് കൂടിയാണ്. അപ്പൊ കുറച്ച് എനർജി ഉള്ള ഒരു വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് എനർജൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറച്ച് കുറയും. അപ്പൊ ഈ വെള്ളം തിളപ്പിക്കുന്നതിന് വല്ല ഇതുണ്ടോ? തിളപ്പിച്ചു കുടിക്കണോ? തിളപ്പിച്ച് വെള്ളം കുടിക്കണോ? യോഗയിലെ വെള്ളം തിളപ്പിക്കുമ്പോ അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നൊക്കെ ചിലപ്പോ ആ എനർജി നഷ്ടപ്പെടുന്നുണ്ടാവും എനിക്കറിയില്ല. പക്ഷെ അതിനുള്ള ബാക്ടീരിയകൾ പോകാനോ. ഇനി ക്ലസ്റ്റേർഡ് വാട്ടർ എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർ US അവൈലബിൾ ആണ്. അത് അവിടുത്തെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ 2 ഡ്രോപ്പ് വീതം ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കണ്ടെന്നാ പറയുന്നത്. ക്ലസ്റ്റേർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഷേപ്പിലുള്ള എനർജി കൊടുത്തിട്ടുള്ള ഇതുണ്ടല്ലോ, അതിന്റെ ഈ ഓരോ കോണുകളും ഒരു ദളത്തിന്റെ ഒരു പൂവിന്റെ ഒരു ഷേപ്പുള്ള രൂപത്തിലാക്കി മാറും. അപ്പൊ അത്തരത്തിലുള്ള ഇതുപോലെ ഏകദേശം ഇതിപ്പോ 5 അത് ഈ ഒരു ഷേപ്പുള്ള ഒരു രൂപത്തിലുള്ള ഒരു ഷേപ്പാണ് ഉണ്ടാവുക. എനർജൈസ് ചെയ്യുന്നത് ഫാക്ടറികളിൽ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ ഒരു സ്പെസിഫിക് കുറെ അൾട്രാവയലറ്റ് രശ്മികളൊക്കെ അയച്ചിട്ടാണ് അതിനെ എനർജൈസ് ചെയ്യുന്നത്. അത് ബോട്ടിൽസിലാക്കിയിട്ട് വെക്കുന്നുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഈ വെള്ളം കുടിച്ചാൽ അവർക്ക് അസുഖങ്ങൾ മാറുന്നുണ്ട്. അസുഖങ്ങൾ മാറാൻ കാരണം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ബ്ലഡിലുള്ള ഇംപ്യൂരിറ്റീസിന് ഒരു ബോണ്ടേജ് ഉണ്ടാവും. ഈ എല്ലാ ഇംപ്യൂരിറ്റീസും കൂടിക്കലർന്ന ഒരു ബോണ്ടേജ് പോലെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഓക്സിജൻ പാസേജിന് ഈ ബോണ്ടേജ് തടസ്സമായിട്ട് നിൽക്കും. ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ ബോണ്ടേജ് ഒക്കെ കുറച്ച് മാറിയിട്ടുണ്ടാവും. അപ്പൊ ഓക്സിജൻ വഴി തുറന്നു കിട്ടും. അപ്പൊ ഓക്സിജൻ പാസേജ് നല്ലപോലെ നടക്കും. അപ്പൊ ശരീരത്തിലെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കും. അപ്പൊ അത് ആരോഗ്യത്തെ അപ്പൊ കുടിക്കുന്ന വെള്ളത്തിന്റെ ശാസ്ത്രീയ ഘടന മാറ്റാണ് ചെയ്യുന്നത്. ഇനി അമ്പലത്തിൽ കിട്ടുന്ന തീർത്ഥം 20,000 ടൈംസ് എൻലാർജ് ചെയ്താൽ ഈ ക്ലസ്റ്റേർഡ് വാട്ടറിനെ കവച്ചു വെക്കുന്ന പറയുന്നത് കുറച്ചുകൂടി നന്നാക്കാനുള്ള എനർജി അതിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ തീർത്ഥം എന്ന് പറയുന്നത് സാധാരണ വെള്ളം ഏതെങ്കിലും ക്ഷേത്രത്തിലുള്ള കുളത്തിൽ നിന്നോ അവിടുത്തെ കിണറിൽ നിന്നോ ടാപ്പിൽ നിന്നോ എടുത്തിട്ടുണ്ടാവാം. അത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് അകത്ത് അത് ഘട്ടം ഘട്ടമായിട്ടുള്ള എനർജൈസിംഗ് ആണ് നടക്കുന്നത്. അവിടെ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അവിടുന്ന് എനർജി വെള്ളത്തിലേക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. ബിംബം എനർജിയുടെ ഒരു സ്റ്റോർ ഹൗസ് തന്നെയാണ്. അപ്പൊ അതിന്റെ സ്പർശം കൂടി സഹായിക്കുന്നുണ്ട്. ദിവസങ്ങളോ എന്നും ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജി അവിടെ മന്ത്രം ഇങ്ങനെ. അപ്പൊ അവിടെ അഭിഷേകം ചെയ്യാന്ന് പറയുന്നത് ബിംബത്തിന്റെ മുകളിൽ ഒഴിച്ചിട്ടാണ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. ഒഴിക്കുന്ന സമയത്ത് അത് വെള്ളം ഒഴിച്ച് പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് തീർത്ഥമായി മാറി. അപ്പൊ ഈ തീർത്ഥത്തിന് എനർജി ട്രാൻസ്ഫർ ആണ് സംഭവിക്കുന്നത്. അത് കുടിക്കുമ്പോൾ ശരിക്കും ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ അമ്പലത്തിൽ പോയി തീർത്ഥം കുടിക്കുന്നതിന് ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം വേണ്ട, ഒരു ഹെൽത്തിന്റെ ഒരു കോൺഷ്യസ്നെസ് ഉള്ള ഒരാൾ ചെയ്യേണ്ട കാര്യം. ക്ലസ്റ്റേർഡ് വാട്ടർ 2 തുള്ളി മതി എന്നല്ലേ പറഞ്ഞത്? തീർത്ഥം കിട്ടുന്നത് വളരെ കുറച്ചാണ്. കാരണം എല്ലാവർക്കും കൊടുക്കണം. ഈ കുറച്ചുണ്ടായാൽ മതി ഈ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇന്നിപ്പോ അതൊക്കെ ശാസ്ത്രം തെളിയിക്കുകയാണ്. കിട്ടുന്നത് പോസിറ്റീവ് എനർജിയാണ്. ഇതിനകത്തൊക്കെ പറഞ്ഞു വരുന്നത് നമ്മുടെ പഴയ ആചാരങ്ങൾക്ക് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ ദീർഘദൃഷ്ടിയോടുകൂടി പല കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യ ഒരു വാസ്തുവിന്റെ കൺസെപ്റ്റ് പറയണ്ടല്ലോ. ചെറിയ അണുകുടുംബങ്ങളായി ജീവിച്ചിരിക്കുന്നവർക്ക്, ചെറിയ പ്ലോട്ടില് ചെറിയൊരു വീടെടുക്കുന്ന ആൾക്ക് ഈ വാസ്തു നോക്കണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് മുമ്പേ സാഹചര്യം ഇപ്പൊ അനുവദിക്കണില്ല, സ്ഥലങ്ങളില്ല അല്ലെ അത്രയും വലുതെടുക്കാൻ. പിന്നെ ഈ ചെറിയ സ്ഥലത്ത് നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ നമ്മളൊരു പൂജാ റൂം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ല എവിടെയൊക്കെ എനർജി ഉണ്ടാക്കണ്ടല്ലോ, ആ പൂജാ റൂമിന് ഒരു ലിമിറ്റഡ് ഏരിയയിൽ എനർജൈസ് ചെയ്യാൻ പറ്റും. അത് ചെയ്താൽ തന്നെ നമ്മുടെ എല്ലാ ഈ എനർജി പ്രോബ്ലംസും ഇല്ലാണ്ടാവുന്നതാണ്. കാരണം വലിയൊരു വീടാണെങ്കിൽ, വലിയൊരു ഏരിയ ആണെങ്കിൽ അത് കംപ്ലീറ്റ് എനർജൈസ് ചെയ്യാനുള്ള എനർജി ഉണ്ടാക്കണ്ടേ? അവിടെ നെഗറ്റീവ് എനർജി കൂടുതൽ ഉണ്ടാവാം, പോസിറ്റീവ് എനർജിയും കൂടുതൽ ഉണ്ടാവാം. അപ്പൊ അത് എനർജൈസ് ചെയ്യാനുള്ള ഒരു
അത്രയും കൂടി അറ്റ്മോസ്ഫിയർ ശരിയാക്കണം. ഇപ്പോ അഗ്നിഹോത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആ യജ്ഞം നടത്തുന്ന സമയത്ത് ഭോപ്പാലിൽ നടത്തിയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് കാണിക്കുന്നത്, അവിടെ ഭോപ്പാൽ ട്രാജഡി ഉണ്ടായിരുന്ന സമയത്ത് അഗ്നിഹോത്രം നടത്തിയിട്ടുള്ള വീടുകളിൽ എഫക്ട് കുറഞ്ഞു വന്നു. അപ്പൊ അത് പറഞ്ഞ സമയത്ത് അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല. അത് എനർജി ഒരു ഹാർമണൈസർ ആയിട്ട് കവറായിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇപ്പൊ അമേരിക്കയിലാണ്, ജർമ്മനിയിലാണ്. പക്ഷെ ഇന്ത്യയിൽ അഗ്നിഹോത്രം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവാന്ന് പറഞ്ഞു. എനിക്ക് നേരത്തെ കൗതുകം തോന്നിയ ഒരു കാര്യം നേരത്തെ സംസാരിച്ചപ്പോഴേ, ഒരു വീട്ടിലെ എനർജി ലെവൽ അളക്കാൻ പോയപ്പോഴേ ആ ഒരു മുറിയിൽ നെഗറ്റീവ് എനർജി കണ്ടു. ആ ബാത്റൂമിന്റെ ഡോർ അടച്ചപ്പോൾ അത് വളരെ കൗതുകമായിട്ട് തോന്നി. ഇപ്പൊ ബാത്റൂം സാധാരണ നമ്മൾ വളരെ അറ്റാച്ച്ഡ് ആ ബാത്റൂമായിട്ട്. അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, നമ്മൾ തന്നെ ബാത്റൂമുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പൊ ആ കാലത്ത് ബെഡ്റൂമിന്റെ തൊട്ടടുത്താണ് ബാത്റൂം. ഞാൻ പറയുന്നു, ബെഡ്റൂമിന് പ്രാധാന്യം എപ്പോഴും ഉണ്ട് ഒരു വീട്ടില്. കാരണം ബെഡ്റൂമിലാണ് മനുഷ്യൻ 60 കൊല്ലം ജീവിക്കുന്ന ഒരു വ്യക്തി 20 കൊല്ലം ബെഡിലാണ് ഉറങ്ങുന്ന സമയം. 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങുന്ന മനുഷ്യൻ 60 മണിക്കൂറിൽ 20 കൊല്ലാണ് ബെഡിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക ആ ഒരു സ്ഥലം. അതുകൊണ്ട് ബെഡ് വളരെ ക്ലീൻ ആവണമെന്ന് പറയും. അപ്പൊ ആ ബെഡ്റൂമില് തൊട്ടടുത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായി ഡോർ തുറന്നു വെക്കുകയാണെങ്കിൽ ബാത്റൂമിലുള്ള സ്മെല്ലോ അല്ലെങ്കിൽ അതൊന്നല്ല പറയുന്നത്, അവിടുന്ന് ഒരു എനർജി പുറത്തു വരുന്നുണ്ട്. അത് ആ എനർജി പ്രസൻസ് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് കംപ്ലീറ്റ്. അത് അടുത്ത കാലത്ത് കോയമ്പത്തൂർ ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അന്ന് രാത്രി ടെലിഫോൺ ചെയ്തിട്ട് അവരുടെ മകനോട് പറഞ്ഞു, ഇങ്ങനെയാണ് ഇവിടെ അമേരിക്കയിൽ ഈ ഇൻഫർമേഷൻ മുമ്പേ ഉള്ളതായി, ഇപ്പൊ എല്ലാവരും ബാത്റൂം പൂർണ്ണമായിട്ട് അടച്ചു വെക്കണം. ചില വീടുകളിലൊക്കെ ഡബിൾ ഡോർ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത് ബാത്റൂമിന്, ഒരു ഇൻസുലേഷൻ കൊടുക്കാൻ. ഒന്ന് അകത്തും നടക്കുക, ഒന്ന് പുറത്തും നടക്കുക. അപ്പൊ അറ്റ്ലീസ്റ്റ് വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ബാത്റൂമിന്റെ ഡോർ നേരെ നമ്മൾ കിടക്കുന്ന ഭാഗത്തേക്ക് തുറക്കാണ്ട് ഒരു സൈഡിലാക്കി കഴിഞ്ഞാൽ കുറച്ച് രസം. ഇതൊന്നും അറിയാതെ നമ്മൾ അടച്ചിടുന്നുണ്ടല്ലേ. പക്ഷെ പല ശ്രീചക്രം ഒരു ഭവനത്തിൽ വെച്ചാൽ തന്നെയും നെഗറ്റീവ് എനർജി വളരെയധികം പൂർണ്ണമായിട്ടുള്ള അനുഭവം. ഈ ശ്രീചക്രത്തിന് ഒരു ജോമെട്രിയുടെ എഫക്ട് ഉണ്ട്. കാരണം ചില ജോമെട്രിക്ക് എനർജി അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പൊ ശ്രീചക്രം തന്നെ വേണമെന്നില്ല. സാധാരണ ഈ ഹിപ്നോട്ടിസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഉള്ള ഒരു സ്പെസിഫിക് ജോമെട്രീസ് ഉണ്ട്. അതും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പോസിറ്റീവ് എഫക്ട് കുറച്ചുണ്ട്, പക്ഷെ ഇത്ര വരില്ല. ഇപ്പൊ ഇതിൽ കുറെ ജോമെട്രീസ് അടങ്ങുന്ന ഏതോ ഒരു ഇത് ഡിസൈൻ ചെയ്തത് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവും പറയാൻ പറ്റാത്ത. അപ്പൊ ഇതിനൊക്കെ എന്തോ ഒരു എനർജി കൺസെപ്റ്റ് ഉണ്ടായിരുന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദേവീദേവന്മാരുടെ ചിത്രങ്ങൾക്ക് പോലും അനുകൂലോർജ്ജം പ്രസരിപ്പിക്കാൻ കഴിവുണ്ടെന്നുള്ളതാണ് അനുഭവത്തിൽ, പരിശോധനയിൽ, പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കാണുന്നത്. ചെറിയൊരു പോക്കറ്റിൽ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നതാ. എന്തിനാ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ ആർക്കും അറിയാത്തൊരവസ്ഥയാണ്. ഈ ഒരു സാധനം ഇപ്പൊ വെച്ചിരിക്കുന്നത് നേരെ ഈ അവസ്ഥയിലാണ് വെച്ചിരിക്കുന്നത്. വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, കാരണം ഒരു പേപ്പറിനാണോ എഫക്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. വീണ്ടും നെഗറ്റീവ് തന്നെ. പക്ഷെ ഇത് ഞാൻ നേരെ തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ, ദേവതകളുടെ ചിത്രം കാണുന്ന വിധത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് ഇപ്പൊ നേരത്തെ ഏത് ദേവീദേവന്മാരുടെ വെച്ചാലും ഇതേ അനുഭവം. അപ്പൊ ഈ കൺസെപ്റ്റ് തന്നെ ആവാം പണ്ട് കാലത്ത് വീടുകളിൽ ഈ എനർജി ഉണ്ട്. ഇങ്ങനെ ഏതോ ഒരു ഹാർട്ട്മാൻ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ, ഞാൻ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും പോകുന്നതൊക്കെ പറഞ്ഞല്ലോ. വീടുകളിൽ കയറാതെ സൂക്ഷിക്കാനുള്ള ഒരു കഴിവ് ഈ ചിത്രങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാവാം വീടുകളിൽ കയറുന്ന സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ നിരത്തി ഈശ്വരന്മാരുടെ പടം വെച്ചിട്ടുണ്ടാവാറുണ്ട് അല്ലേ. പഴയ വീടുകൾ നോക്കിയാൽ ഇന്നത്തെ ഫാഷൻ ഉമ്മർത്ത്, കാരണം അത് അങ്ങോട്ട് കയറില്ല. അപ്പൊ ഈ ഹാർട്ട്മാൻ ലൈൻ എന്ന് പറയുന്ന ലൈൻ മുമ്പുള്ളവർക്ക് അറിയാം. അത് കേറാൻ സാധിക്കാത്ത വിധത്തിൽ അതിനെ ക്ലോസ് ചെയ്യാൻ പറ്റും. അതിന്റെ പേര് ഹാർട്ട്മാൻ. 1930 ഹാർട്ട്മാൻ പേരിട്ടു. പക്ഷെ ഈ പേരിടാത്ത ഈ ലൈനുകളൊക്കെ, ഈ എനർജിയുടെ കൺസെപ്റ്റുകളൊക്കെ എല്ലാവർക്കും പണ്ട് കാലത്തുള്ള നമ്മുടെ ആചാര്യന്മാർക്കും പണ്ഡിതന്മാരായിരുന്നു, അവർക്ക് ഇതൊക്കെ കാണാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ? ഈ ലെവലിലുള്ള പഠനങ്ങൾ ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു? ഏറ്റവും കൂടുതൽ ഇതിനുള്ള പഠനം നടക്കുന്നത് ജർമ്മനിയിലാണ്. ഈ ഒരു റോഡ് സയന്റിഫിക്കലി അപ്രൂവ് ചെയ്തിട്ടുള്ള ഏക രാജ്യം USSR ആണ്. USSR ആയിരുന്ന കാലത്ത് ലണ്ടനിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ലീഗലി അപ്രൂവ്ഡ് ആണ്. ലീഗലി അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ ഈ റോഡ് ഉപയോഗിച്ച് ഭൂമിയുടെ അടിയിലൂടെ പോകുന്ന വെള്ളത്തിന്റെ ലൈൻ, പൈപ്പ് ലൈൻ, മുമ്പ് കാലത്തിട്ടുള്ള പൈപ്പ് ലൈൻ ഉണ്ടാവും റോഡ് സൈഡിൽ. അപ്പൊ അതിന്റെ മാപ്പുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഏത് ഭാഗത്താ പൈപ്പ് ലൈൻ ഇട്ടതെന്ന് ഇപ്പൊ കുത്തി തുറന്ന് നോക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. കാരണം റോഡിന്റെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടാവും. പിന്നെയാണ് റോഡ് വന്നിട്ടുണ്ടാവുക.
അപ്പൊ ഈ പൈപ്പ് ലൈൻ എവിടെയാണെന്നുള്ള മാപ്പ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ തിരിച്ചത് കണ്ടുപിടിക്കാൻ ഈ റോഡ് ഉപയോഗിച്ച് പാരലായിട്ട് നടന്നു കഴിഞ്ഞാൽ പൈപ്പ് വരുന്നിടത്ത് ക്രോസ് ആവും. പിന്നെ ആ കുറച്ച് സ്ഥലത്തുള്ള സമയത്ത് ആദ്യം നോക്കാം, പൈപ്പിൽ വെള്ളം പോകുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഇത് ഏതെങ്കിലും ഒരാൾ, ഇപ്പൊ ഞാൻ ഒരു എനർജി ഡൗസറാണ്, ഇത് ഉപയോഗിച്ച് ഡൗസ് ചെയ്ത് വെള്ളം പോണ ഡയറക്ഷൻ കണ്ടുപിടിച്ച് ഇതാണ് മാപ്പ് എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്ത് നാളെ കുഴി കുത്തിയ സമയത്ത് അവിടെ കണ്ടില്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് സ്യൂ ചെയ്യാമെന്ന് സമ്മതിക്കുന്ന രാജ്യങ്ങളാണ് USSRലും പറ്റും, ജർമ്മനിയിലും പറ്റും, ലണ്ടനിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് വായിക്കേണ്ട ഒരു സയന്റിഫിക് പേപ്പർ, വിച്ച് ഈസ് ബീങ് യൂസ്ഡ് ഫോർ ഗോസ്റ്റ് ഹണ്ടിങ്. അപ്പൊ ഇത് ഏതെങ്കിലും ഒരാൾക്ക് രാത്രി ദുസ്വപ്നം കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ ഈ ഡിറ്റക്ടറിന്റെ നീഡില് ഏത് ഭാഗത്താണ് മൂവ് ചെയ്യുന്നതെന്ന് ഉപയോഗിച്ച് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പിശാചെന്ന് വിളിക്കാം, ഭൂതെന്ന് വിളിക്കാം, പ്രേതെന്ന് വിളിക്കാം. ഇത് പറയുമ്പോൾ ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞല്ലോ നമ്മൾ എനർജി ലോകത്ത് നഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഒരു മനുഷ്യന് ഇപ്പം ഓറ ഉണ്ട്. അപ്പൊ പൂർണ്ണമായിട്ട് ആ ഒരു ലൈഫ് സ്പാൻ തീരാത്തൊരു മനുഷ്യൻ, അഡൽട്ടായിട്ട് പൂർണ്ണമായി ജീവിച്ച് തീരാത്തൊരു മനുഷ്യൻ മരിക്കുമ്പോൾ, അപകടത്തിലോ അങ്ങനെയൊക്കെ മരിക്കുമ്പോൾ ഈ എനർജി എവിടെ പോകുന്നു? നല്ല ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. കാരണം ഈ എനർജി എവിടെയോ പോകുന്നുണ്ട്. ഒന്നുകിൽ ഇതിന്റെ പൂർണ്ണമായ രൂപത്തിലെത്തി അതിന് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ, നമ്മൾ മോക്ഷം എന്നോ എന്തോ വിളിച്ചോട്ടെ അതിന്റെ പേര്, ആ ഒരു അവസ്ഥയിൽ അനാഥപ്രേതങ്ങളായിട്ട് ഇവിടെ എത്തി വെച്ചിട്ടുണ്ടാവുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഗോസ്റ്റ് ഹണ്ടിങ് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ആദ്യ ഉത്തരം പറഞ്ഞു, അതിന് ചോദ്യം പിന്നെ ചോദിച്ചു. ഭാരതീയ ശാസ്ത്രദൃഷ്ട്യാ പറഞ്ഞാൽ മനുഷ്യന്റെ ജീവചൈതന്യം ലിംഗ ആകൃതിയിൽ, അതായത് ഈ ആകൃതിയിൽ സചേതനമായിട്ട് നിലനിൽക്കും. അപരക്രിയകൾ വേണ്ടതുപോലെ ചെയ്താൽ ആ ലിംഗ ആകൃതിക്ക് അവയവപൂർത്തി വന്ന് സൽഗതി കിട്ടും. അപ്പൊ ഈ എനർജി മോക്ഷം എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ പ്രേതാവസ്ഥയിൽ ഭൂമിയിൽ കിടന്ന് തിരിയും. നമ പൃഥിവ്യൈ നമ സർവാഭ്യോ ദേവതാഭ്യോ ദിശേ നമ എന്നാണ് സന്ധ്യാവന്ദനത്തിന്റെ മന്ത്രം. സാധാരണ നമ്മളെ വീടുകളിലൊക്കെ നല്ല കാണാൻ ഭംഗിയുള്ള ഫ്ലവർ വേസ് വെക്കാറുണ്ട്. ഞാൻ വിളിക്കുക അതിനെ എനർജി ഡസ്റ്റ്ബിൻ എന്നാണ്. കാരണം ഈ പ്ലാസ്റ്റിക്കിൽ അയണൈസ്ഡ് എനർജി നല്ലപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു സാധനം അതുണ്ടാവണം. പ്ലാസ്റ്റിക് ആ ഒരു ഫ്ലവർ വേസ് ആയിട്ട് ഉപയോഗിക്കുന്ന പല വീടുകളിലും നല്ല ഭംഗിയിൽ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മുടെ ഏതെങ്കിലും തരത്തില് അത് ആവശ്യമാണ്. കാരണം ഏതെങ്കിലും ഒരു സ്ഥലം നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ആ ക്ലീൻ ചെയ്ത സാധനങ്ങളൊക്കെ കളയാൻ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടാവണം. ഡസ്റ്റ്ബിൻ ഇല്ലാതെ വീട് ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റായിട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന സമയത്ത്, നല്ലോണം ചീത്ത പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരാളെ പറ്റി ദുഷിച്ച ചിന്ത ഉണ്ടായാൽ പോലും അത് എനർജിയായി പോകും. അത് വേറൊരാളിൽ കയറുന്നതിന് പകരം ഈ എനർജി ഡസ്റ്റ്ബിന്നിലേക്ക് പോവാൻ നല്ലത്. അപ്പൊ നമ്മൾ ചീത്ത പറയുന്ന സമയത്ത് ഈ ഡസ്റ്റ്ബിന്നിനെ നോക്കി ചീത്ത പറയാം. പക്ഷെ അത് ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെക്കരുത്. ആള് ഇരുന്ന് സംസാരിക്കുന്ന സ്ഥലത്ത്, പഠിക്കുന്ന സ്ഥലത്ത് വെക്കരുത്. സ്വീകരണ മുറിയിൽ നടുക്ക് വെക്കരുത്. ഒരു സാധാരണ ഡസ്റ്റ്ബിൻ ആരും സെന്ററിൽ കൊണ്ടുവെക്കാറില്ല. ഡസ്റ്റ്ബിൻ സാധാരണ മുറിയുടെ ഏതെങ്കിലും കോണിലാണ് വെക്കുക. പൂപ്പാത്രം വെക്കുന്നത് നടുക്കായതുകൊണ്ട് അതിന് മാറ്റണം അല്ലേ? അവിടെ വെക്കുന്നത് ഇതേപോലെ പോസിറ്റീവായിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള, പോസിറ്റീവായിട്ടുള്ള പുഷ്പങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതൊരു പോസിറ്റിവിറ്റി നമുക്കൊക്കെ തരും. നന്നായിട്ട് ചിന്തിക്കാനും ആരോഗ്യപരമായിട്ട് നമ്മളെ വളരാനും സാധിക്കുന്ന ഇത്തരം പോസിറ്റീവ് എനർജിയുള്ള ഹാർമണൈസർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. വില പിടിച്ച ഹാർമണൈസർ മേടിക്കേണ്ട കാര്യമില്ല. നേച്ചർ തന്നെയാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ ഹാർമണൈസർ, പ്രകൃതിദത്തമായ സാധനങ്ങളാണ്. ഇതൊക്കെ വെക്കുന്ന കുറെ കമ്പനികൾ കൊറിയയിലും കാലിഫോർണിയയിലും USA-ലും ഈ ഹാർമണൈസർ വിൽക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. അവരൊക്കെ ഹാർമണൈസർ വെച്ച് യൂസ് ചെയ്ത് അവിടുത്തെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നുണ്ട്. ഇതൊന്നും ആവശ്യമില്ല. ഭാരതീയ പൈതൃകത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള പുഷ്പങ്ങൾ ഉപയോഗിക്കുക. ഇപ്പൊ മന്ത്രത്തിന്റെ ശക്തി കണ്ടു. എല്ലാവർക്കും മന്ത്രം ചെല്ലാൻ പറ്റിയെന്ന് വരില്ല. അറ്റ്ലീസ്റ്റ് നാമജപങ്ങള്. ഇനി അതും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നല്ല കാസറ്റുകൾ വെച്ചാൽ മതി. ഇനി അതും വേണമെന്നില്ല, നല്ല മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു അടിപൊളി പാട്ടിന്റെ കാലം. അപ്പൊ അടിപൊളി പാട്ട് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവും, വെസ്റ്റേൺ മ്യൂസിക് അടിപൊളി വെച്ച് കഴിഞ്ഞാൽ, അതായത് സംഗീതത്തിന്റെ ശക്തി, ആ ഒരു റിതം, ആ ഒരു മ്യൂസിക്, ആ ഒരു ഹാർമണൈസർ എന്നുള്ള എഫക്ട് നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ തോന്നും. അതിന് ഹാർമണൈസിങ് എഫക്ട് ഉണ്ട്. ഇനിയും എത്രയോ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സത്യങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ? അതൊക്കെയുള്ള ഈ ഭാരതത്തിന്റെ പഴയ പൈതൃകത്തിലേക്ക് ചില കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നും കുറെ ഗവേഷണം ഈ ഡയറക്ഷനിലേക്ക് പോകണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു വക്കത്തെ എത്തി നിൽക്കുന്നുള്ളൂ ഇതിന്റെ ഇതിൽ അല്ലേ? വളരെ ചെറിയൊരു ഭാഗ്യം നമ്മൾ പഠിച്ചു കഴിയുന്നുള്ളൂ.
അപ്പൊ അതിലേക്കാവട്ടെ ഇനിയുള്ള പ്രയത്നം. അതിന് ആശംസകൾ.